അജിത് ടീച്ചർ മുതൽ സജിത വരെയുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ആരെയോ കുഴഞ്ഞു വീണിട്ടുണ്ട്. അവിടെ നല്ല വെയിലാണ്, നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. മണിക്കൂറുകൾ ചിലപ്പോൾ ചിലരൊക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആരെയോ ഒരാൾ കുഴഞ്ഞു വീണിട്ടുണ്ട്. ഈ അധ്യാപകരെ കാണാൻ വന്നവരിൽ ആരോ ഒരാളാണ് കുഴഞ്ഞു വീണിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂൾ, ഇതാ ഇപ്പോൾ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് കുഴഞ്ഞു വീണ ഒരാളെയാണ്. ഒരുപക്ഷെ ഡീഹൈഡ്രേഷൻ മൂലം കുഴഞ്ഞു വീണതാവാം എന്നുള്ളതാണ്. ഇനി ആരെയും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഈ പൊതുദർശനത്തിനായിട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിക്കുന്നതായിട്ട് പോലീസും നാട്ടുകാരും പറയുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മറ്റൊരു ആംബുലൻസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരാൾ കുഴഞ്ഞു വീണതായിട്ട് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ആ കുഴഞ്ഞു വീണയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണോ എന്നുള്ളതാണ്. ഇപ്പോൾ 9 മൃതദേഹങ്ങളും അവിടെ നിരനിരയായി വച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു സ്ട്രെച്ചസിലേക്ക് മാറ്റുകയാണ്. നിരവധി ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുക്കും. ഓരോരുത്തരുടെ വീടുകളിലേക്ക് പോകേണ്ടി വരും. 13 പേർ ഒരു യാത്ര പുറപ്പെടുന്നു. വാൽപ്പാറയിലെ 13ാമത്തെ നമ്പർ വളവിൽ വെച്ച് ആ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് 9ാമത്തെ വളവിലേക്ക് 300 അടി താഴ്ചയിൽ പതിക്കുന്നു. ഒരൊറ്റ ടെമ്പോ ട്രാവലറിൽ യാത്ര പുറപ്പെട്ടവർ 9 ആംബുലൻസുകളിലായിട്ട് മടങ്ങിയെത്തുന്ന കാഴ്ച. അതിൽ സങ്കടക്കടലായി പള്ളിപ്പറമ്പിലെ അങ്ങാടി, കളിചിരികൾ വിട്ടൊഴിയാത്ത സ്കൂൾ മുറ്റം ഇന്നിപ്പോൾ കണ്ണീർ യാത്രയ്ക്ക് വേദിയാകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. സങ്കടക്കടലായി ഇന്നലെ രാത്രി മുതൽ നിറഞ്ഞൊഴുകുകയാണ്. അവിടെ ഓരോ മനുഷ്യരുടെയും കണ്ണിൽ കണ്ണുനീരുണ്ട്. ഇവരുടെ ഒന്നും ബന്ധുക്കളോ ഒന്നും നേരിട്ടുള്ള രക്തബന്ധമൊന്നുള്ള മനുഷ്യരൊന്നുമല്ല. പക്ഷേ ഒരു നാട് സ്നേഹബന്ധത്താൽ അത്രമേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. എല്ലാ വഴികളും ഇന്നലെ മുതൽ പാങ്ങച്ചെണ്ടിയിലേക്കായിരുന്നു. അപകട വാർത്ത കേട്ടത് മുതൽ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ആളുകൾ VS രഞ്ജിത്ത് പറയുന്നത് പോലെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു വാക്ക് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ സാജിതയെക്കുറിച്ച് പറഞ്ഞാൽ, ആ നാട്ടിൽ കുറേ കാലമായിട്ട് ആ സ്കൂളിലെ പാചകം തൊഴിലാളിയാണ്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് അന്നമൂട്ടിയവരാണ് സാജിത. നാട്ടുകാർക്കെല്ലാം നല്ലത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര പേർ ഇന്നലെ അപകടത്തിൽപ്പെട്ടു, ഇതൊന്നും അറിയാതെ ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടി നിന്ന കാഴ്ചയും നമ്മളുണ്ടായിരുന്നു. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അപ്പോൾ മുബഷീർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷീർ, ഒരു ഗ്രാമം മുഴുവൻ പള്ളിപ്പറമ്പ് സങ്കടക്കടലായി മാറുകയാണ്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കളിച്ചിരി മാത്രമുണ്ടായിരുന്ന, യാത്രകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നല്ല പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്ന മൈതാനത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ട് കണ്ണീർ വാർക്കുകയാണ്. ഇപ്പോൾ പൊതുദർശനം അവസാനിക്കുന്നുവെന്ന അറിയിപ്പാണോ വരുന്നത്? ഏറെക്കുറെ അവസാനത്തിലേക്ക് തന്നെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് അരുൺകുമാർ. തുടർച്ചയായിട്ട് അനൗൺസ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുദർശനം അവസാനിക്കാൻ പോവുകയാണെന്നുള്ളത്. പക്ഷേ ജനങ്ങളുടെ ഒരു ഒഴുക്ക്, പല മേഖലകളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ തിരക്ക് അതൊട്ടും കുറഞ്ഞിട്ടില്ല. ദൃശ്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. പല ദിക്കുകളിൽ നിന്നും, ജില്ലയ്ക്കകത്തും പുറത്തും പല മേഖലകളിൽ നിന്നും അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, അവസാന യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും ഈ പാകിലെ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കാത്തു നിൽക്കുന്നുണ്ട്. പൊരിവെയിലാണ്, പക്ഷെ അതൊന്നും അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ അവസാനമായിട്ടൊരു നോക്ക് കാണണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് വിട ചൊല്ലണം. അവരാഗ്രഹം കൊണ്ട് ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്ന ആളുകൾ. പക്ഷേ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് മൂലം സംഘാടകർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് 1 മണിക്കൂറായിരുന്നു നേരത്തെ ഇവിടെ നിശ്ചയിച്ചിരുന്ന പൊതുദർശനത്തിന് സമയം എന്നുള്ളത്. അതിനുശേഷം അതത് ആളുകളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്ക്, തിരക്ക് മൂലം കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. വീടുകളിൽ അവരുടെ ബന്ധുമിത്രാദികൾ, നാട്ടുകാരൊക്കെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ സംഘാടകർ തുടർച്ചയായിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാത്തിരിക്കുന്ന ബാക്കി ആളുകൾ വീടുകളിലേക്ക് പോകണമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും വീട്ടിലെ പൊതുദർശനമുണ്ട്. അവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഖബറടക്ക ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പൊതുദർശനം കൃത്യസമയത്ത് അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ ജനങ്ങളുടെ തിരക്ക് പ്രതീക്ഷിച്ചതാണ്. നേരത്തെ ജില്ലാ കളക്ടറോടൊക്കെ തന്നെ സംസാരിച്ച സമയത്ത് അത് പറഞ്ഞതാണ്. 100-ലധികം വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ, ഇവിടെ കാലങ്ങളായിട്ട് പല തലമുറകൾ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയം, അവിടെ ദീർഘനാളുകളായി പ്രവർത്തിക്കുന്ന അധ്യാപകർ,
അവിടെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് ജോയിൻ ചെയ്ത പ്രധാന അധ്യാപികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ കഴിഞ്ഞ കാലം അത്രയും നടത്തിയ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുൻ PTA പ്രസിഡന്റിനോട് സംസാരിച്ചു കേട്ടത് അദ്ദേഹം വൈകാരികമായി സംസാരിച്ച വാക്കുകൾ അത് അത്രത്തോളം ഹൃദയം തുറക്കുന്നതായിരുന്നു. സ്കൂളിൻ്റെ പല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അധ്യാപികമാരുടെ നിലവിൽ നമ്മോട് വിട്ടുപിരിഞ്ഞ അധ്യാപകരുടെ അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും സ്കൂളിനും നാടിനും വേണ്ടി ചെലവഴിച്ചിരുന്ന അധ്യാപകർ, രാപ്പകലില്ലാതെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അധ്യാപകർ, ഏറ്റവും ഒടുവിൽ ഒരു പായസം ചലഞ്ച് സംഘടിപ്പിക്കുന്നതും അത് രാജിത ടീച്ചറെ പോലെയുള്ള അധ്യാപികമാർ നേതൃത്വം കൊടുത്ത കഥയൊക്കെ തന്നെ ഇന്നലെ ഇവിടെ നാട്ടുകാർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ ചേതനയറ്റ ശരീരമായി ഇവിടെ കിടക്കുന്നത്. അങ്ങേയറ്റം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. പൊതുദർശനം ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുന്നു. നിരവധി ആളുകൾ ഇപ്പോഴും അവസാനമായിട്ടൊരു നോക്ക് കാണാൻ കഴിയാതെ പുറത്ത് കാത്തു നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ഇത് വലിയ മൈതാനമാണ്. ഒരു പക്ഷേ ഇവിടെയുള്ള ഇതിൻ്റെ സംഘാടകർ, നാട്ടുകാരൊക്കെ തന്നെ പ്രതീക്ഷിച്ചതിലും അപ്പുറം ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഈ പൊതുദർശനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നത്. പല ദിക്കുകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന കാഴ്ച ഇത് അത്രത്തോളം ഹൃദയഭേദകമായിട്ടൊരു സംഭവം കൂടിയായതുകൊണ്ട് തന്നെയാകാം ഒരു പക്ഷേ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് ഒരു നോക്ക് കണ്ടിട്ടും ഇവിടെ നിന്നും മടങ്ങിപ്പോകാൻ കഴിയാതെ ഒരു ഭാഗത്തൊക്കെ തന്നെ നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്ന ആളുകളൊക്കെ തന്നെ നമ്മൾ കണ്ടു. അവർക്കൊന്നും തന്നെ സ്വാഭാവികമായിട്ടും നമ്മോട് വിട്ടുപിരിഞ്ഞ ഈ അധ്യാപകരോടൊപ്പമുള്ള അനുഭവങ്ങളും ഓർമ്മകൾ തന്നെയായിരിക്കും അവരെ അത്രയധികം വേദനിപ്പിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ ജനത്തിരക്ക് തന്നെയാണുള്ളത്. കുറുവ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾ അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു ജനസമുദ്രം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. നിരവധി മനുഷ്യർ, നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കാക്കെ നിങ്ങൾ കണ്ടോ? പോയി കണ്ടോ? വല്ലാത്ത സങ്കട കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. വല്ലാത്ത കാഴ്ചകളാണ്. ഈ നാടുമായിട്ട് പല രീതിയിൽ ബന്ധപ്പെട്ട മനുഷ്യരാണ്. ഇതിലൊരു അബ്ദുൽ മജീദ് മാഷുണ്ട്. അബ്ദുൽ മജീദ് മാഷിൻ്റെ 2 കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല. ആ കാഴ്ച പരിമിതിയുള്ള അബ്ദുൽ മജീദ് മാഷ് പക്ഷേ കുട്ടികൾക്ക് യാത്രകളുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കഥകളുടെ മാഷ് എന്നാണ് ആ മാഷിനെ അറിയുന്നത് തന്നെ. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് വരുന്നത്. പ്രതികരണങ്ങളും